വർഗവഞ്ചകനെ കണ്ടം വഴി ഓടിച്ച തെരഞ്ഞെടുപ്പ് വിജയമാണ് നാട്ടിക മണ്ഡലത്തിലേതെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. നാട്ടിക മണ്ഡലം തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ മീഡിയ ഫോർ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി മുകുന്ദനെതിരെ കടുത്ത വിമർശനമാണ് വി.എസ്. സുനിൽകുമാർ നടത്തിയത്. വർഗവഞ്ചകനെ കണ്ടം വഴി ഓടിച്ച തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം നേടി പാർട്ടി വഞ്ചിച്ച് പാർട്ടിക്കെതിരായി സ്ഥാനാർത്ഥിയായി നിന്ന് പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കുള്ള ഗീതാ ഗോപിക്കെതിരെ വ്യക്തിപരമായി തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടും ഗീതാ ഗോപി അക്ഷരം പോലും പറയാതെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുള്ള ഒരു ഇലക്ഷനാണിത്. കേരളം മുഴുവനും ഇടതുപക്ഷത്തിനെതിരായ തരംഗങ്ങൾ ഉണ്ടായപ്പോഴും ഈ നാട്ടിക മണ്ഡലത്തിൽ ഗീതാ ഗോപി വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അത് നാട്ടിക കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല പാർട്ടി വഞ്ചിച്ച വർഗവഞ്ചകനോട് ഈ നാട്ടികയിലെ ജനങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ല എന്നതിന്റെ തെളിവും കൂടിയാണ് ഗീതാ ഗോപിയുടെ ജയം. ആ വർഗവഞ്ചകൻ ആരാണെങ്കിലും ബി.ജെ.പിയുടെ എല്ലാ ഒത്താശയും എല്ലാ പണവും പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റിക്കൊടുത്ത അദ്ദേഹത്തെ കണ്ടം വഴി ഓടിച്ച ഒരു ഇലക്ഷൻ കൂടിയാണ് ഈ ഇലക്ഷൻ. CPIയിൽ നിന്ന് എല്ലാം നേടി ബി.ജെ.പിയിലെത്തി പാർട്ടിയെ വഞ്ചിച്ച വർഗവഞ്ചകനെ മണ്ഡലത്തിലെ ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചു. ഗീതാ ഗോപിയെ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ച് പാർട്ടിയെ വഞ്ചിച്ച വർഗവഞ്ചകന് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ലെന്നതിന് തെളിവ് കൂടിയാണ് തിരഞ്ഞെടുപ്പ് വിജയമെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയ പ്രഖ്യാപനത്തിന് പിന്നാലെ കണിമംഗലത്ത് നിന്ന് ഗീതാ ഗോപി നടത്തിയ പര്യടനത്തിലും വി.എസ്. സുനിൽകുമാർ പങ്കെടുത്തു.